നമ്മളിനി വീണ്ടും ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് പോവുകയാണ്. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാളെയാണ് ക്രിസ്മസ്. ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ക്രൈസ്തവർ പാതിരാ കുർബാനയ്ക്കായി എത്തിച്ചേരുകയാണ്. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകും. കോഴിക്കോട് രൂപത കീഴിലുള്ള മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൽ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലീത്തയാണ് തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. സിറോ മലബാർ സഭ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്രൈസ്തവ വിശ്വാസികൾ പള്ളികളിലേക്ക് പ്രാർത്ഥനയ്ക്കായി എത്തിത്തുടരുകയാണ്. തിരുപ്പിറവിക്ക് ഇനി നിമിഷങ്ങൾ മാത്രമാണുള്ളത്. ക്രിസ്മസ് ആഘോഷത്തിൽ അലിഞ്ഞിരിക്കുകയാണ് നാടും നഗരവും. ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്നേഹസന്ദേശവുമായി നമുക്ക് തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമൊക്കെ റിപ്പോർട്ടർമാരുണ്ട്. ആദ്യമേ നമുക്ക് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ അറിയാം. തിരുവനന്തപുരത്ത് ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, പാതിര കുർബാനയൊക്കെ തുടങ്ങാൻ സമയമായിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അമൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവുകളെ പകലുകനാക്കാനായി തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 11:15 സമയം, 11:17. ഇനിയൊരു അരമണിക്കൂർ കൂടി കാത്തിരുന്നാൽ മതിയാകും. തിരുപ്പിറവി കർമ്മങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. എന്തായാലും വിശ്വാസികളൊക്കെ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നൊരു കാഴ്ച കൂടിയാണ് കാണുന്നത്. നമ്മൾ കുറച്ച് മുൻപ് പുറത്തുള്ള ലൈറ്റുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പള്ളിക്കകത്തേക്ക് നമുക്ക് കയറാൻ സാധിച്ചില്ല. ഇപ്പോൾ നമ്മൾ പള്ളിക്കകത്തേക്ക് കയറുകയാണ്. വിശ്വാസികൾ എല്ലാവരും തന്നെ പള്ളിക്കുള്ളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ്. നേരത്തെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് ആളുകളെല്ലാം എത്തി കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് അല്പസമയത്തിനകം തന്നെ ഈ തിരുപ്പിറവി ആഘോഷങ്ങൾക്കൊക്കെ തന്നെ തിരുപ്പിറവി ആഘോഷങ്ങൾക്കൊക്കെ തന്നെ ആ ഒരു ശുഭമായൊരു തുടക്കം കുറിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ക്രിസ്മസ് ശുശ്രൂഷകളൊക്കെ തന്നെ 11:45 തന്നെ ആരംഭിക്കുന്നതാണ്. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ദേവാലയത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ആണ് കർമ്മങ്ങൾക്കൊക്കെ കാർമ്മികത്വം വഹിക്കുന്നത്. എന്തായാലും വിശ്വാസികളൊക്കെ നിരന്ന് ഇരിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റം യേശുക്രിസ്തു ജനിച്ചതിൻ്റെ ആ ഒരു തിരുപ്പിറവി കർമ്മങ്ങൾ കാണാനും ആ ഒരു വിശ്വാസത്തിൻ്റെ ഒക്കെ ഒരു സ്നേഹം നുകരാനൊക്കെ വേണ്ടിയിട്ടാണ് വിശ്വാസികളെല്ലാം, ക്രൈസ്തവർ മാത്രമല്ല നാനാദിക്കിലുള്ള എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി പേരാണ് ഇവിടെ ആ ഒരു തിരുപ്പിറവി കർമ്മം കാണാനും ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനുമായി ദേവാലയത്തിലേക്ക് ഉള്ളിലേക്ക് എത്തിച്ചേരുന്നു. ദേവാലയം ഇപ്പോൾ മുഴുവൻ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമൽ, ലോക ജനതയ്ക്ക് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്നു നൽകുന്ന ക്രിസ്മസ് ആഘോഷത്തിലാണ് ലോകം. നമുക്കിനി കൊച്ചിയിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. കൊച്ചിയിൽ ക്രിസ്മസ് എന്നാൽ കാർണിവൽ കൂടിയാണ്. കൊച്ചിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആഘോഷങ്ങളിൽ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഏറ്റവും നന്നായി ആഘോഷിക്കുന്നത് കൊച്ചിയിലാണ്. കൊളോണിയൽ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന കൊച്ചിയിൽ നിന്നും എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഹലോ 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 മിഥുൻ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാളെ ക്രിസ്മസ് ആണ്. അവിടുത്തെ പള്ളികളിൽ പ്രാർത്ഥനകൾ ആരംഭിച്ചിരിക്കുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും ക്രിസ്മസ് ആഘോഷം ഏറ്റവും മനോഹരമായി നടക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ക്രിസ്മസ് പുതുവത്സരം ആഘോഷം എന്ന് പറയുന്നത്, മലയാളികളുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷം എന്ന് പറയുന്നത് കൊച്ചിയിൽ തന്നെയാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായിട്ടുള്ള മൗണ്ട് സെൻറ്റ് തോമസിലാണുള്ളത്. അവിടെ എല്ലാ തിരുകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള പിറവി കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഈ സഭാ ആസ്ഥാനത്തിന് മുമ്പിൽ നിർമ്മിച്ചിരിക്കുന്ന പുൽക്കൂടാണ് ഇപ്പോൾ
പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള പുൽക്കൂടെല്ലാം അത് വലിയൊരു പുൽക്കൂട് അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. 11:30 കൂടി, അതായത് അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സഭ ആസ്ഥാനത്തിന് മുമ്പിലാണ്. ഈ സഭാ ആസ്ഥാനം മുഴുവൻ ഇത്തരത്തിൽ വലിയ വൈദ്യുതാലങ്കാരങ്ങളാൽ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശമൊക്കെ ഇത്തരത്തിൽ നല്ല ആഘോഷത്തിൻ്റെതായിട്ടുള്ളൊരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 11:30 കൂടി ഇവിടുത്തെ പരിപാടികൾ ആരംഭിക്കും എന്നുള്ളതാണ്. തിരുകർമ്മങ്ങളാണ് ആരംഭിക്കുക, തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളാണ് ആരംഭിക്കുക. അവിടെ നമുക്കറിയാം സഭാ ആസ്ഥാനത്തിനകത്തുള്ള അവിടെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ ഉണ്ണിയേശുവിൻ്റെ ബലിപീഠത്തിൽ വെച്ചിരിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ ആ ഒരു രൂപം, ആ രൂപത്തിന് മുന്നിലുള്ള വിരി മാറ്റുകയും ആ വിരി മാറ്റുന്ന സമയത്ത് ഇവിടെ പള്ളിമണികളെല്ലാം തന്നെ ഉച്ചത്തിൽ ശബ്ദിക്കും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അങ്ങനെയാണ് ഇവിടുത്തെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. പിന്നീട് ആ ഉണ്ണിയേശുവിൻ്റെ തിരുരൂപം കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ എനിക്ക് താഴെ ഇവിടെ ഒരു അഗ്നി, ഒരു ചെറിയ രീതിയിലുള്ള അഗ്നിക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഈ അഗ്നിയിൽ തീ പകരുകയും ഈ സ്ഥലത്ത് തീ പകരുകയും ഇവിടെ വെച്ച് ആ തിരുസ്വരൂപം ഈ തീയിൽ ഒഴിയുകയും ചെയ്യും. അങ്ങനെയാണ് ഈ തിരുപ്പിറവിയുടേതായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. അവിടെ നിന്ന് ഈ ഉണ്ണിയേശുവിൻ്റെ തിരുരൂപവുമായി ആ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു കുരിശടിയുണ്ട്. ആ കുരിശടി വരെ ഒരു യാത്ര, ചെറിയൊരു യാത്ര സംഘടിപ്പിക്കും. അവിടെ നിന്ന് തിരിച്ച് എത്തിയതിന് ശേഷം ഈ കർമ്മങ്ങൾക്കെല്ലാം മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ റാഫേൽ തട്ടിലാണ്. അദ്ദേഹം ക്രിസ്മസ് സന്ദേശം എല്ലാവർക്കുമായി ക്രിസ്മസ് സന്ദേശം നൽകും എന്നുള്ളതാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ കുറച്ച് ആളുകളെല്ലാം ഈ പള്ളിയിലേക്ക്, ഈ സഭാ ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചിയിൽ മറ്റു പലയിടങ്ങളിലായി ഇത്തരത്തിൽ ആഘോഷങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ യാക്കോബായ സമുദായത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം തന്നെ അവിടെ ആരംഭിച്ചിരുന്നു. 6 മണിയോടുകൂടി അവിടെ യാക്കോബായ സഭയുടെ പരിപാടികൾ ആരംഭിച്ചിരുന്നു. അവിടെ ഈ അരക്കുന്നം സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി വലിയ പള്ളിയിലാണ് ക്രിസ്മസ് ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും അവിടെ നടത്തിയത്. ശ്രേഷ്ഠ കാത്തോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തയുമായ ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവയാണ് അവിടുത്തെ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. അതുപോലെ തന്നെ മറ്റിവിടെ ഇടപ്പള്ളി പള്ളിയിലാകട്ടെ, കപ്പൽ പള്ളിയിലൊക്കെ വളരെ വലിയ ആഘോഷത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിമനോഹരമായി പള്ളികളെല്ലാം തന്നെ അലങ്കരിക്കുകയും അവിടെ പുൽക്കൂടുകൾ ഒരുക്കുകയും അവിടെ തിരുകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. വിശ്വാസികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷമാണ് ഈ ക്രിസ്മസ് രാവ് എന്ന് പറയുന്നത്. ദൈവപുത്രൻ്റെ തിരുപ്പിറവി അതിമനോഹരമായി ആഘോഷിക്കാൻ, ഭക്തിപൂർവ്വം ആഘോഷിക്കാനും അതേപോലെ തന്നെ ആഘോഷത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും ഈ രാവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിശ്വാസികൾക്ക് വളരെ വിശ്വാസപൂർവ്വം അവരുടെ ആ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് വേണ്ടി അവർ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കിതാ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. എന്താണ് ഇന്ന് നടക്കാനിരിക്കുന്ന ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ് ഇവിടെ? ക്രിസ്മസിൻ്റെ തിരുപ്പിറവിയുടെ ചടങ്ങുകളാണ്. ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ ജനിച്ചതിൻ്റെ അനുസ്മരണമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും അതുപോലെ പരിശുദ്ധ കുർബാനയും സീറോ മലബാർ സഭയുടെ തലവനായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ക്രിസ്മസ് സന്ദേശവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ നീണ്ട 25 ദിവസത്തെ ആത്മീയമായിട്ടുള്ള ഒരുക്കമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനാപൂർവകമായിട്ടുള്ള ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ക്രിസ്മസിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ക്രൈസ്തവർ താരതമ്യേന സുരക്ഷിതമായിട്ടുള്ള ഒരു സാമൂഹിക ഇടത്ത് താമസിക്കുമ്പോഴും ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കാൻ, വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പുറമെ പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം കിട്ടാത്തവരെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നത് തീർച്ചയായിട്ടും നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ ആശംസ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്നാണ്. ആ ഒരു സന്മനസ് നമ്മുടെ സാമൂഹിക ഇടങ്ങളിൽ നിന്ന് മറ്റുള്ളവരെയും മറ്റ് മതസ്ഥരെയും ന്യൂനപക്ഷങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ ഉള്ള ഒരു സന്മനസ് ചിലർക്കെങ്കിലും നഷ്ടപ്പെട്ടു വരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയുടെ മഹത്തായിട്ടുള്ള ആ പൈതൃകത്തിന് എല്ലാ മതങ്ങൾക്കും ഹൃദയപൂർവ്വം ഇടം കൊടുത്ത നമ്മുടെ മതനിരപേക്ഷമായ മനസ്സിന് ഒരു തീരാ കളങ്കമായിട്ട് മാറുകയാണ്. അത് വിശ്വാസികളെന്ന നിലയിൽ, ക്രൈസ്തവ വിശ്വാസികളെന്ന നിലയിൽ
ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിലും. കേരളം പോലും ചിലപ്പോൾ സുരക്ഷിതമല്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഈ അടുത്ത് വന്നിട്ടുണ്ട്. കരോൾ സംഘങ്ങളെപ്പോലും ഭയപ്പെടുകയോ അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയോ ചെയ്യുന്നത് ആശങ്കപ്പെടുത്തുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും ഇതിൻ്റെ എല്ലാ നടുവിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ തിരുപ്പിറവിയുടെ ഭൂമിയിലേക്ക് മനുഷ്യന് സമാധാനവും പ്രത്യാശയും കൊണ്ടുവന്ന യേശുവിൻ്റെ പിറവിയുടെ വലിയ സന്തോഷത്തിനായിട്ട് ഒരുങ്ങുകയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും, ജനൻ ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. താങ്ക് യു. അങ്ങനെയാണ് എല്ലാ സന്മനസ്സുള്ളവർക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്നുള്ള സന്ദേശം തന്നെയാണ് ഈ ക്രിസ്മസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനനുസൃതമായിട്ടുള്ള തിരുക്കർമ്മങ്ങൾക്കും തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും അല്പസമയത്തിനകം തന്നെ സീറോ മലബാർ ആസ്ഥാനത്ത് ആരംഭിക്കും. മറ്റ് വിവിധ പള്ളികളിലും വിവിധ സഭ ആസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നു. അതാത് സഭയുടെ അവരുടെ ചിട്ടവട്ടങ്ങൾക്കും പരമ്പരാഗത രീതികൾക്കനുസരിച്ചുള്ള ചടങ്ങുകളാണ് പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വിശ്വാസികളെല്ലാം തന്നെ ഏറ്റവും ഭക്തിപൂർവ്വമായിട്ടുള്ള ഒരു നിമിഷത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സമയമാണ് ഇത് എന്ന് പറയുന്നത്. ദൈവപുത്രൻ്റെ ആ തിരുപ്പിറവി അത് അത്രമേൽ ആധ്യാത്മികമാവുന്നതോടൊപ്പം തന്നെ അത് വലിയ ആഘോഷത്തിൻ്റെതായിട്ടുള്ളൊരു നിമിഷം കൂടിയാക്കി മാറ്റുകയാണ്. നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വൈദികൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 25 ദിവസം നീണ്ടു നിന്ന ഒരു വ്രതകാലം കൂടിയായിരുന്നു. നൊയമ്പായിരുന്നു. ആ നൊയമ്പിനെ സമാപനം കുറിക്കുന്നതും ഇന്ന് ഈ തിരുപ്പിറവിയോട് കൂടിയാണ്. അത്തരത്തിൽ വലിയ ഏറ്റവും ആധ്യാത്മികമായി ഏറ്റവും പവിത്രമായിട്ടുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഈ ക്രിസ്മസ് എന്നുള്ള രാവിൽ ദൈവപുത്രന്റെ തിരുപ്പിറവിയിലൂടെ അത് സമാപനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. നമുക്കിനി കോഴിക്കോട്ടേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. കോഴിക്കോട്ടെ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും രമ്യാദാസ് കൂടി ചേർന്നു. രമ്യ, കോഴിക്കോട്ടെ സ്ഥിതി എങ്ങനെയാണ്? വിശ്വാസികളെല്ലാം പള്ളികളിലേക്ക് എത്തിയിട്ടുണ്ടോ? അവിടെ കർമ്മങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? കത്തീഡ്രലിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ചടങ്ങുകളെല്ലാം പുരോഗമിക്കുകയാണ്. കരോളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 45 തന്നെ കുർബാന ഇവിടെ ആരംഭിക്കും. തുടർന്ന് 12 മണിയോടുകൂടി യേശുവിൻ്റെ പിറവി യേശുവിൻ്റെ മുന്നിലേക്ക് മാറ്റിയിട്ടാണ് പിന്നീട് ക്രിസ്മസ് സന്ദേശം പിതാവ് നൽകുക. ഇവിടെ വിശ്വാസികളെല്ലാം തന്നെ ദേവാലയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വിശ്വാസികളാണ് ഇപ്പോൾ അനുബന്ധിച്ച് പണിയെല്ലാം പങ്കെടുക്കാനായി വിശ്വാസികൾ എത്തിയിട്ടുള്ളത്. കരോളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 15:45 കൂടിയാണ് കുർബാന ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുക. ഈ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ഈ മനുഷ്യരുടെ പാപത്തെ മോചിപ്പിക്കുകയും അതുപോലെ തന്നെ സ്നേഹം, ക്ഷമ, അനുകമ്പ എന്നിവയുടെയൊക്കെ സന്ദേശം കൊണ്ടുവരാനാണ് ഇത്തരത്തിൽ യേശു ജനിച്ചതെന്നാണ് ഇവരുടെ വിശ്വാസം. ഇക്കാരണത്താൽ തന്നെയാണ് ഈ ദിവസം പള്ളികളെല്ലാം തന്നെ ഇത്തരത്തിലൊരു പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളെല്ലാം നടക്കുന്നത്. ഈ കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ ചർച്ചിൽ നോക്കുകയാണെങ്കിൽ ഇത്തവണ വലിയൊരു സന്തോഷം കൂടിയുണ്ട്. കാരണം രൂപത പള്ളി ദേവാലയമായിരുന്ന ഈ കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ ഇത്തവണ അതിരൂപതയായി ഉയർത്തിയതിനു ശേഷം ആദ്യ ക്രിസ്മസ് ആണ് ഇത്തവണ നടക്കുന്നത്. അതിനാൽ തന്നെ വിശ്വാസികളെ തന്നെ വലിയ സന്തോഷത്തിലാണ്. ഒരു പ്രത്യാശയുടെയും നന്മയുടെയും അതുപോലെ സമാധാനത്തിന്റെയും എല്ലാം സഹോദരത്തിന്റെയും എല്ലാം സന്ദേശം പകരുന്ന ഈ ക്രിസ്മസ് വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ ദേവാലയത്തിൽ നിന്നുള്ള എല്ലാ വിശ്വാസികളും ഒന്നിച്ച് ആഘോഷിക്കുകയാണ്. നിരവധി വിശ്വാസികൾക്ക് ചടങ്ങിൽ പങ്കെടുക്കാനായി ഈ ദേവാലയ പരിസരത്തുണ്ട്. കരോളിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 15:45 തന്നെ ഇതിന്റെ മറ്റു ചടങ്ങുകളിലേക്ക് കൂടി ഈ കാര്യങ്ങൾ മറ്റു ചടങ്ങുകളിലേക്ക് കൂടി നീങ്ങും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ പള്ളി അച്ഛനുണ്ട്, അച്ഛനോട് ചോദിക്കാം. ഇത്തവണത്തെ പിതാവ് വരുന്നുണ്ട്. പിതാവിനെ വരവേൽക്കാനായിട്ടാണ് ഇപ്പോൾ എല്ലാവരും അച്ഛന്മാരെല്ലാവരും കൂടി നീങ്ങുന്നത്. ഈ ചടങ്ങുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവ് എത്തിയിട്ടുണ്ട്, ഈ ദേവാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 15:45 കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചടങ്ങുകൾ, അതായത് കുർബാന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. ദേവാലയത്തിൽ നിരവധി വിശ്വാസികളാണ് ഇത്തരത്തിൽ ഈ കുർബാനയിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത്. പാതിര കുർബാനയാണ്. Bye.
രാത്രി പാതിരാ സമയത്ത് ഉണ്ണി പിറക്കുകയാണ്. അങ്ങനെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നു. ക്രിസ്മസിൻ്റെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ക്രിസ്മസിൻ്റെ എന്നുള്ള വാക്ക് തന്നെ ക്രൈസ്റ്റ് മാസ് എന്നാണ്, ക്രിസ്തുവിൻ്റെ കുർബാന. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. മനുഷ്യനായി അവതരിച്ച ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്മസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊരു വിശ്വാസ തലമുണ്ട്, കൂടാതെ ആഘോഷത്തിൻ്റെ ഒരു തലവുമുണ്ട്. വിശ്വാസത്തിൻ്റെ തലം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം നമ്മളുടെ ഇടയിൽ കൂടാരമടിച്ച സംഭവമാണ് ക്രിസ്മസ്. അതുപോലെ തന്നെ വിശ്വാസത്തിലും പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ നൽകുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുവെന്നാണ്. അപ്പം ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ടാണ്. നമ്മളെ രക്ഷിക്കാൻ, നമുക്ക് നല്ലത് പറഞ്ഞു തരാൻ, നഷ്ടപ്പെട്ടു പോയ മനുഷ്യത്വം വീണ്ടെടുത്തുകൊണ്ട് മനുഷ്യൻ സ്നേഹത്തിലും സമാധാനത്തിലും കരുതലിലും പങ്കുവയ്ക്കലിലൊക്കെ ജീവിക്കുവാൻ വേണ്ടി പഠിപ്പിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യകാല ഘട്ടം മുതൽ മനുഷ്യനെതിരെ തിരിഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെ മനുഷ്യനല്ലാതായി തീർന്നപ്പോൾ, മനുഷ്യനിലെ മനുഷ്യത്വം നശിച്ചു പോയപ്പോൾ ആ മനുഷ്യത്വം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം ഈ ലോകത്തിലേക്ക് വന്നു, മനുഷ്യനായി തീർന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവം വീണ്ടെടുത്തു തന്ന സമാധാനം, സന്തോഷം, പങ്കുവയ്ക്കൽ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ക്രിസ്മസിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു. സംബന്ധിച്ചും ഒരുപാട് സന്തോഷമുള്ളതാണ് ഇത്തവണത്തെ. അതെ, വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ അതിരൂപതയായിട്ട് ആദ്യമായിട്ട് ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിക്കുകയാണ്, നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു ഇരട്ടി മധുരമുണ്ട്, ഇരട്ടി ആഘോഷമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റ് പലയിടങ്ങളിൽ നിന്ന് നമുക്ക് ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്തോ നമ്മുടെ തൊട്ടടുത്ത് പാലക്കാട് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടു.